ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്വീറ്റ് കോൺ വെച്ചിട്ട് ഒരു ഹെൽത്തി സാലഡ് അതിനുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയണത് തന്നെയാണ്, എന്നാലും ഞങ്ങൾ ഒന്ന് വീഡിയോ ഇട്ടു എന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ നമ്മൾ കഴിക്കണത് എന്തായാലും ഒരു വീഡിയോ ഇടണല്ലോ, അപ്പം അങ്ങനെ ഇട്ടു എന്നുള്ളൂ. അപ്പോൾ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കുമ്പോഴും കുക്കറിലിട്ടൊന്ന് ഒറ്റ വിസിലടിക്കും, പിന്നെ ഇത്തിരി ഉപ്പ് ഇടും, പിന്നെ ഇത്തിരി മുളക് പൊടിയിടും, ലേശം നാരങ്ങ നീരും ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ അപ്പോഴേക്കും കഴിക്കാനുള്ള തിരക്കായിട്ടാണ്, ഭയങ്കര ഇഷ്ടം അത് എല്ലാവർക്കും. ഇതപ്പം ഒന്ന് മുറിച്ച് ഓരോ മണികളൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ, അങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് പോരല്ലോ, കുറേ നേരം വേണ്ടേ. അപ്പം ഞാൻ ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കുമ്പോൾ അപ്പോഴും കിട്ടണില്ല കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ് കിട്ടുമെന്ന്. പിന്നെയാണ് ഞാൻ നോക്കിയപ്പോൾ കത്തി കൊണ്ട് നടുക്കുന്ന് ഒരു വരി കൊണ്ട് എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് കിട്ടിയിട്ട് എനിക്ക് ഇതുപോലെ ഞാൻ എടുത്തിട്ട് പെട്ടെന്ന് ഇളക്കിയപ്പോൾ പെട്ടെന്ന് കിട്ടണുണ്ട്. ഇതിന് ഏറ്റവും സുഖം എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, പെട്ടെന്ന് കിട്ടുന്നുണ്ട്. മറ്റൊന്നും ഇങ്ങനെ മണിയായിട്ട് ഇങ്ങനെ എടുക്കാൻ നിൽക്കട്ടെ. ഇപ്പം ഇതായിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം, ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് വെന്താൽ മതി. നല്ലോണം വെന്ത് കുഴയൊന്നും വേണ്ട, ഒന്ന് ആവി കയറിയാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ രുചിയൊക്കെ പോവും. വെള്ളം തിളച്ച് വരട്ടെ. എന്നിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇറക്കാം. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് സാലഡായാലും തന്നെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം ഇത് ഒന്നും കൂടി ഉണ്ടാവും. ഇപ്പം ഇതായിട്ടുണ്ട്. ഇതെടുക്കാം കേട്ടോ. ഈ ചൂടാറിയിട്ട് സാലഡ് ഉണ്ടാക്കും. ഒരു വർഷം പോലെ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കഴിയും. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല, മല്ലിയില ചേർത്തിട്ടില്ല, പിന്നെന്താ വേറെ ചേർക്കാത്ത, പിന്നെ എന്താവും, ജീരകം, നല്ല ജീരകം പൊടിച്ചിട്ട് ചേർക്കാട്ടോ അതിൽ. അപ്പം ഞാൻ ചേർത്തിട്ടില്ല അങ്ങനെയൊന്നും. അപ്പോൾ ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം ആവിക്ക് പോയി വെള്ളമൊക്കെ പോയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബൗളിലേക്ക് ഇതിലേക്ക് കുറച്ച് കുക്കുംബറിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി കൂടുതലായാലും ഇത് കുറച്ചായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഇതിലേക്ക് കുറച്ച് സവാള, ലേശം തക്കാളി, പിന്നെ ഇത്തിരി മുളക് പൊടി, ലേശം ഉപ്പ്, ലേശം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിലേക്ക് മുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചാറ്റ് മസാല, അത് 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. അത് മുന്നേ ഇവിടെ മേടിച്ച് വെച്ചതാണ് കേട്ടോ. അത് ഇല്ലെങ്കിൽ പെടേണ്ട ആവശ്യമില്ല. ജീരകം ഉണ്ടല്ലോ, വറുത്ത് പൊടിച്ച് ജീരകം ഉണ്ടെങ്കിൽ ലേശം ഇട്ടാൽ മതി. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. കണ്ടോ, അപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇപ്പം ചൂട് സമയമാണല്ലോ, ഇങ്ങനത്തെ കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അതൊക്കെ.